അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി പലഹാരമാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് മിക്സിയിൽ ഒരു ചെറിയ ജാറിൽ 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റവ എടുക്കുമ്പോൾ വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു മിക്സിംഗ് ബൗളിൽ 4 മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ മുട്ട നല്ലതുപോലെ ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. ഇപ്പം മുട്ട നല്ലതുപോലെ അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയും എടുക്കാവുന്നതാണ്. ഇതും ഒന്ന് അടിച്ചെടുക്കാം. മൈദയും മുട്ടയും എല്ലാം ഒന്ന് യോജിച്ചിട്ടണം. ഇപ്പൊ കട്ടകളൊന്നും ഇല്ലാതെ ഇതാ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇത് കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ എടുത്താൽ മതി. അവരവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഗരം മസാല ഒഴിവാക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ പൊടി ഐറ്റംസ് എല്ലാം ദാ മുട്ടയായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം. ഇനി ഒരു 1/4 കപ്പ് ഉള്ളിത്തണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇതുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. രണ്ടാമത്തെ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഏത് കപ്പിലാണോ റവ അളന്നെടുത്തിട്ടുള്ളത് ആ കപ്പിനാണ് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. 1 കപ്പ് റവയാണെന്നുണ്ടെങ്കിൽ അതിന് ഇരട്ടിക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ മാവൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് നല്ല സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എണ്ണ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. ഇനി അതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം തിളക്കരുത്, നല്ലതുപോലെ ഒന്ന് ചൂടായാൽ മാത്രം മതി. വെള്ളം നല്ലോണം ഒന്ന് ചൂടായി, തിളയ്ക്കാൻ പാടില്ല. ഇനി നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച റവ മുഴുവൻ ഇട്ട് കൊടുക്കരുത്, കുറേശ്ശെ ഇട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. റവ ഇടുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വേണം വെച്ച് കൊടുക്കാൻ. പെട്ടെന്ന് തന്നെ റവയിൽ വെള്ളമൊക്കെ പിടിച്ചെടുത്ത് കറക്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഇനി ആ ചൂടോട് കൂടി തന്നെ ഒരു ബൗളിലേക്ക് റവ ഇട്ട് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഇതിന്റെ ചൂടൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഒന്ന് സെറ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് മൂടി വെച്ച് കൊടുക്കുക. ഇപ്പൊ നമ്മൾ മാവ് മൂടി വെച്ചിട്ട് 2 മിനിറ്റായി. 2 മിനിറ്റിൽ കൂടുതൽ വെച്ചിരിക്കാൻ പാടില്ല. ആ ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കണം. കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് തടവിയതിന് ശേഷം നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. 1 മിനിറ്റ് എങ്കിലും ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം. ഇപ്പം മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. 1-2 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം. അതുപോലെ തന്നെ ആ ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്, കണ്ടല്ലോ. ഇനി നമ്മൾ കുറച്ച് വലുപ്പമുള്ള ഉരുളകളാക്കിയാണ് എടുക്കുന്നത്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉരുളകൾ ഉരുട്ടുന്നതിനേക്കാളും കുറച്ച് വലുപ്പത്തിൽ വേണം ഉരുളകളാക്കി എടുക്കാൻ. അപ്പോൾ ഇത്രയും മാവ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം.
ഈ ഒരു പരുവത്തിന് വേണം ഉരുട്ടിയെടുക്കാൻ. ഒട്ടും വിള്ളലൊന്നും ഇല്ലാതെ വേണം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ. അപ്പോൾ ബാക്കിയിരിക്കുന്ന മാവും ഇതുപോലെ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇപ്പം ഞാൻ ഒരേ വലുപ്പത്തിലുള്ള 6 ഉരുളകളാക്കി മാവ് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരു ഉരുള മാവ് എടുക്കാം. ഇനി ഇതൊന്ന് പരത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഗോതമ്പ് പൊടി ഇങ്ങനെ ഒന്ന് വിതറിക്കൊടുക്കാം. ഇനി നമ്മളെടുത്ത ഒരു ഉരുള മാവ് ഈ ഗോതമ്പ് പൊടി എല്ലാ ഭാഗത്തും ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി ഒന്ന് പരത്തിയെടുക്കാം. ചെറിയ രീതിയിൽ വേണം പരത്തിയെടുക്കാൻ. മാവ് നല്ല സോഫ്റ്റ് ആണ്. ഇപ്പൊ ചെറിയൊരു കനത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കനത്തിൽ വേണം പരത്തിയെടുക്കാൻ. കുറച്ച് സവാള ഇതിന്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം. നീളത്തിൽ അരിഞ്ഞതാണ്, കനം കുറച്ച് വേണം അരിയാൻ വേണ്ടിയിട്ട്. ഇനി ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. ഈ സവാളയൊക്കെ ഒന്ന് ഒട്ടിയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കൈ വെച്ചോ ഇതുപോലെ റോളർ വെച്ചോ ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഇനി ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ കലക്കി മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. ഇത് കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മെല്ലെ കയ്യിലേക്ക് എടുക്കാം. ഇനി ചൂടായി കിടക്കുന്ന പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഇങ്ങനെ വേണം ഇട്ട് കൊടുക്കാൻ. ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തും കൂടി കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ സൈഡിലും ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യും എടുക്കാവുന്നതാണ്. എല്ലാ ഭാഗത്തും സ്പൂൺ വെച്ച് ഒന്ന് ആക്കി കൊടുക്കാം. ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിക്കുക, കൂട്ടിയിടരുത്. ഇത് കുറച്ച് കനത്തിലാണ് നമ്മൾ പരത്തി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിന്റെ പുറത്ത് ഡ്രൈ ആവാതിരിക്കാൻ കുറച്ച് ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് ആയി. കണ്ടോ, നല്ലൊരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഇനി പാനിൽ നിന്ന് നമുക്ക് മാറ്റാം. ഇപ്പൊ നമ്മുടെ പലഹാരം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേറെ ഒരു കറിയുടെ ഒന്നും തന്നെ ആവശ്യമില്ല. അകത്ത് നല്ല സോഫ്റ്റ് ആണ്, പുറത്ത് നല്ല ക്രിസ്പിയാണ്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. ഇപ്പൊ കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അടിഭാഗമൊക്കെ നല്ല മൊരിഞ്ഞിരിപ്പുണ്ട്. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. കണ്ടില്ലേ, അകത്തൊക്കെ നല്ല സോഫ്റ്റ് ആണ്. ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല കിഡിലൻ ടേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക്